പൗലോസ് ശീലാസിന് എവിടെ പോയി? കാരാഗൃഹത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ പറയാമായിരുന്നു, പൗലോസേ, നമ്മൾ ഓൾറെഡി ആൾക്കാരെ ബുദ്ധിമുട്ടി, നമ്മളെ പിടിച്ച് ജയിലിൽ വിട്ടു. Now we're in jail, we created some trouble. ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഈ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോട്ടെ, നാളെ പകൽക്കാലം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. We'll see what happens tomorrow. Let's just rest tonight. We've already created enough trouble. They could have said that to each other. They didn't think, oh, how many people would be irritated? How many people would be annoyed if we do this? They simply wanted to praise and worship God. They did that. You know what happened? അവിടെ വായിക്കുന്ന കേട്ടോ, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സഭയിലിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പള്ളിപ്രമാണിക്കും മഹാപുരോഹിതന്മാർക്കും സ്തുതി ഒരു നീരസമാകുമ്പോൾ, തടവിൽ കിടക്കുന്നവർക്കുണ്ടല്ലോ, ഈ ദേവദാസന്മാർ പാട്ട് പാടിയപ്പോൾ, സ്തുതിഗാനങ്ങൾ പാടിയപ്പോൾ അവർക്ക് ശ്രദ്ധിച്ചിരിക്കുവാൻ ഒരു മുഖാന്തരമായി മാറി. They started to listen. The prisoners started to listen intently as to what Paul and Silas were doing. ഇവർ പതുക്കെയൊന്നും അല്ല പാടിയത്, എല്ലാവരും കേൾക്കുന്ന രീതിയിലാണ് പ്രാർത്ഥിച്ചതും, എല്ലാവരും കേൾക്കുന്ന രീതിയിലാണ് അവർ സ്തുതിഗാനങ്ങൾ പാടിയതും. ചർച്ചിലായിരിക്കാം, പക്ഷെ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്നുണ്ടോ? There's someone next to us, someone near us. No, yes, he's one who praises God. Do they hear praises and songs of praises coming from our mouth? Is our voice being heard? Is it audible to the people sitting next to us? When they prayed and when they sang songs of praise, the prisoners listened. As a result, what happened? അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഭൂമി അതിന് മറുപടി കൊടുത്തു, പ്രതികരിച്ചു. ഇല്ലേ? അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ ഉറക്ക പാട്ട് പാടിയപ്പോൾ ഭൂമി പ്രതികരിച്ചു. എന്തോ സംഭവിച്ചു? അവിടെ ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം പ്രതികരിച്ചു. എന്താണെന്നറിയാമോ? അതൊന്ന് കുലുങ്ങി. അതിൻ്റെ വാതിലുകൾ പ്രതികരിച്ചു. എങ്ങനെയെന്നറിയാമോ? അതൊന്ന് തുറന്നു. ചങ്ങലകൾ പ്രതികരിച്ചു. എങ്ങനെയെന്നറിയാമോ? അതെല്ലാം അഴിഞ്ഞു വീണു. ഒരു ജീവന് പ്രത്യാശ ഉണ്ടായി. എന്നറിയാമോ? ആ ജയിലർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ വെളിച്ചം ലഭിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അവിടെ സന്തോഷമുണ്ടായി. എന്താണെന്നറിയാമോ? അവിടെ വായിക്കുന്നു, ആ ജയിലർ പൗലോസിനെയും ശീലാസിനെയും വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ആ വീട് നിത്യാനന്ദം കൊണ്ട് നിറഞ്ഞു. അവർ ആനന്ദ സന്തോഷം. ദൈവമക്കളെ, നമ്മുടെ സ്തുതി ഉണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, മറ്റുള്ള വ്യക്തി കേട്ടാൽ ഭൂമി പ്രതികരിക്കും, ചങ്ങലകൾ അഴിഞ്ഞു പോകും, വാതിലുകൾ തുറക്കപ്പെടും, മറ്റുള്ളവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. Praise is worthy. Praise is matters. Praise should be expressive. Praise should be loud. Praise should be something that people hear.